അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, നമ്മുടെ എങ്ങനെ അല്ലെ നമ്മളുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, ല്ലെ, ഏത് ലൈഫിൽ ഏതൊരു മേഖലയിലും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാക്സിമം നല്ല രീതിയിലാക്കാൻ നോക്കണം. ആ കണക്ഷൻ ബിൽഡ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റൂല എന്നുള്ളതാണ്. അത് നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിലാവട്ടെ, വെൽത്തിന്റെ കാര്യത്തിലാവട്ടെ, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാക്കുന്ന കാര്യത്തിലാവട്ടെ, ആദ്യം നമ്മൾ റെഡിയാക്കേണ്ടത് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ സെഷനിൽ അത് കേൾക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലാസ്റ്റത്തെ 2 വീഡിയോസ് പോയിട്ട് കാണാം. അത് കണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം. അതില്ലാണ്ട് വേറെ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല. നമ്മൾ കുറെ വെൽത്തിന് വേണ്ടി വിഷ്വലൈസേഷനും അഫർമേഷനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ. നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റെഡി ആക്കാതെ നമുക്ക് വേറെ ഒന്നിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റൂല. നമ്മളെ മക്കളുടെ കാര്യങ്ങളാവട്ടെ, നമ്മളെ വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളാവട്ടെ, നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങളാവട്ടെ, ഏത് രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും നമ്മളുമായിട്ടുള്ള കണക്ഷൻ റെഡി ആക്കണം. നമ്മളുമായിട്ടുള്ള കണക്ഷൻ റെഡി ആക്കിയാലേ നമ്മളും നമ്മുടെ ക്രിയേറ്ററുമായിട്ടുള്ള കണക്ഷൻ അവിടെ സ്മൂത്ത് ആയിട്ട് അലൈൻഡ് ആയിട്ട് പോവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്നത് കാണാൻ പറ്റും. പല മിറാക്കിളായിട്ടുള്ള ചേഞ്ചസ് നമ്മളെ ലൈഫിൽ കാണാൻ പറ്റും. അത് ഒരുപാട് കാര്യങ്ങൾ വെറും നമ്മളെ തോട്ടിൽ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ തന്നെ നമ്മളെ ലൈഫിലെ ചുറ്റുപാടിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു, അല്ലെ, അത് ശരിയാക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അത് പ്രാക്ടിക്കൽ ആക്കിയിട്ട് അതിൽ കൂടുതൽ എന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. കാരണം അതിൽ കുറച്ചൊക്കെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യാം, മോർ ആൻഡ് മോർ എക്സ്പീരിയൻസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതാണ് അതിൽ വേണ്ടത്. എന്നിട്ട് വേണം ഇനി നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, ആ ഒരു കണക്ഷന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്തായിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം? ഓർമ്മ ഉണ്ടോ? ഒന്ന് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക. നമ്മളെ തന്നെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്, അല്ലെ, ആദ്യം പറഞ്ഞ കാര്യം. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ പുറമെ ഉള്ള ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളും, അല്ലെ, നമ്മളെ ചുറ്റുപാടിലുള്ള ഓരോരുത്തരും, അതിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ചിലപ്പോ അമ്മായിമ്മ മരുമകളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെ, ഇല്ലോസ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ സ്വഭാവം എന്താണോ, അല്ലെ, മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എപ്പോഴാ, ഒന്നുകിൽ അവർ പറയുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് ഇഷ്ടാവൂല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാവൂല, അല്ലെ, അവര് പെരുമാറുന്ന രീതി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാവൂല. അതായിരിക്കും മിക്കവാറും ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾക്കുള്ള കാരണം, അല്ലെ. അവരുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുന്നു. അതാണ് മിക്കവാറും പ്രോബ്ലംസ് ഉണ്ടാവാറുള്ളത്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. അല്ലാണ്ട് വേറെ ഒരു കാര്യം വേറെ എന്തെങ്കിലും ഉണ്ടാവലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മിക്കവാറും അത് തന്നെ ആയിരിക്കും. ഒന്നുകിൽ സ്വഭാവം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങള്, അല്ലെ, അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെ, അവരുടെ ചിലപ്പോ എന്തെങ്കിലും അഭിപ്രായങ്ങള് കാര്യങ്ങള് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇങ്ങനെ ആയിരിക്കും മിക്കവാറും റിലേഷൻഷിപ്പുകളിൽ നമുക്ക് എന്തുണ്ടാവാം, ആ ഒരു ബ്രേക്ക് നമുക്ക് ഉണ്ടാവാൻ കാരണം. മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും യുണീക്കാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളായിക്കോട്ടെ, നമ്മളെ ചുറ്റുപാടിലുള്ള ഓരോ വ്യക്തികളായിക്കോട്ടെ, ഇനിയിപ്പൊ നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മളെ വൈഫ് ആയിക്കോട്ടെ, അല്ലെ, നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതില് എല്ലാവരും യുണീക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാവരും ഒരുപോലെയല്ല, അല്ലെ.
പഠിച്ചോൻ എല്ലാരും ഒരേപോലെ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, ഓരോരുത്തരും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെപ്പോലെ അവരെയും ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മളൊരു കാര്യം വിചാരിക്കണം, ഇതുപോലെ തന്നെ ഒരാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ട് നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങും. നമ്മളെ മിക്കവാറും പാരന്റിങ്ങിൽ പ്രശ്നം വരുന്നത് അതാ. കുട്ടികളെ നമ്മളെ ഇതിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പുകളിൽ കാര്യങ്ങളിൽ വരുന്ന സമയത്ത് നമ്മളെ മാനസികാവസ്ഥ എന്താണോ, നമ്മുടെ മനോഭാവങ്ങൾ എന്താണോ, അതുപോലെ മറ്റുള്ളവരും ആകണം എന്നുള്ള നമ്മുടെ കടുംപിടുത്തം ഒഴിവാക്കുക. അവരായിട്ട് അംഗീകരിക്കാം. എല്ലാ വ്യക്തികളും നമ്മളായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള നമുക്ക് കുറവുകൾ ഉണ്ടാവും, അതുപോലെ കഴിവുകൾ ഉണ്ടാവും. ആ കുറവുകളെ കുറവുകളായിട്ട് അംഗീകരിക്കുക, കഴിവുകളെ ആ കുറവിൽ നിന്നുകൊണ്ട് എങ്ങനെ കഴിവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവന്ന് ലൈഫിൽ വിജയം നേടാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരായിട്ട് അംഗീകരിക്കാം. അവരായി അംഗീകരിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവർക്ക് കഴിവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുറവുകളും ഉണ്ടാവും. പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കൂല എന്തുണ്ടാവുക, നമ്മളെ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാവുക. ഓരോരുത്തരും ഡിഫറെന്റാ. പലരും ഒരു കുഞ്ഞ് ജനിച്ച് വീണ സമയത്ത് ഈ ഭൂമിയിൽ ഓർക്ക് എങ്ങനെ ദേഷ്യക്കാരനായിട്ടും അല്ലെങ്കിൽ ഇന്ന സന്ദർഭം ഇന്നത് പറയണം എന്നൊന്നും പറഞ്ഞിട്ടല്ല ഓരെങ്ങനെ ജനിച്ച് വളർന്ന് ജനിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ടാവുക. പക്ഷെ ജനിച്ച് ഇങ്ങനെ വളർന്ന് വന്ന് ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ പാരന്റിങ്ങിൽ കിട്ടിയിട്ടുള്ളത്, അവരുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അവരുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടിയിട്ടുള്ള, ഈവൻ ഒരു പത്രം വായിക്കുമ്പോൾ കിട്ടുന്നത് വരെ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വളർച്ചയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ പത്രത്തിലൂടെ കിട്ടുന്നത്, നമ്മളെ ടിവിയിലൂടെ കാണുന്നതാവട്ടെ, ഓരോന്നും നമ്മളെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സോറി. അപ്പൊ അവരെന്ത് ചെയ്യണം വെച്ചാൽ അവരായിട്ട് അംഗീകരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഓരോരുത്തരും യുണീക്കാണ്. അവരെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ അവരും ആവണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. പിന്നെ അവരെ എന്താക്കണം, അവരായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കിലും എന്തുണ്ടാവും, കുറവുകൾ ഉണ്ടാവും, കഴിവുകൾ ഉണ്ടാവും. അവര് വളർന്നു വന്ന സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങള് വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ പറയും അതേ സാഹചര്യങ്ങളിലൂടെ തന്നെ ആണല്ലോ അവരും വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മക്കളൊക്കെ നോക്കുന്ന സമയത്ത് പക്ഷെ എന്നാലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കുന്നു, ആ ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതിനനുസരിച്ചിട്ടാണ് അവരുള്ളിലേക്ക് കയറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഉണ്ടാവുക. അപ്പൊ ഓരോരുത്തരും ഡിഫറെന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യാ, നമ്മള് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യാം. ഐ അക്സെപ്റ്റ് മൈസെൽഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്ന പോലെ തന്നെ അവരായി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അടുത്ത് അവരായി ഞാൻ അക്സെപ്റ്റ്, ഇന്ന സ്വഭാവമുള്ള ഒരാളാണ്, യെസ് ഓക്കെ. ഇപ്പൊ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ്, നമ്മൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈഫോ ആരായിക്കോട്ടെ, നമ്മൾ റിലേഷൻഷിപ്പ് ശരിയാക്കണം എന്ന് തോന്നുന്ന ഒരാൾ, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരിയാണ്. നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ദേഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരം ഒരു സ്വഭാവം അവര് കാണിക്കാനുള്ള കാരണം? ഒറ്റ മിനിറ്റ്. എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു സ്വഭാവം അവർ കാണിക്കാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, ഒന്നുകിൽ വാക്കുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതി, അവരുടെ ചില കാര്യങ്ങളോടുള്ള മനോഭാവം, ഇതൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു, ഇന്ന സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു. ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെട്ടു, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടത്തണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് ചെയ്യണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എടുക്കുക, ഒരു സാഹചര്യം എടുക്കുക. നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക.
അപ്പൊ നമ്മള് ഓരെന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞില്ല, ഓരങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ഓരെന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കണം, അങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ കൊണ്ട് അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂല. അതിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് മാറി നിന്നിട്ട് വേണം ഈ പ്രശ്നത്തെ കാണാൻ. അങ്ങനെ ആവുമ്പോഴേ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റൊരാളുമായിട്ട്, അത് നമ്മളെ മക്കളാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ, അതിൽ നമുക്കൊരു വ്യക്തിനോട് എന്തെങ്കിലും നമുക്ക് ഉള്ളിൽ ദേഷ്യം തോന്നുന്നുണ്ട്, വെറുപ്പ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മാറി നിൽക്കുക, അതിന്റെ ഉള്ളിൽ നിന്ന് പോയി എന്തുകൊണ്ട് അയാള് ഇങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെ? എന്തുകൊണ്ടാണ് ആ വ്യക്തി, ഇപ്പൊ മക്കളായിരിക്കാം ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ചൂടാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അവർ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അത് ഒന്നിങ്ങോട്ട് പറയുമ്പോഴത്തേന് രണ്ടെണ്ണം അങ്ങോട്ട് പറയുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിൽ പെരുമാറുന്നത്, ഈ സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അതിന് ഒരുപാട് റീസൺ ഉണ്ടാവും. അപ്പൊ നമ്മള് ആ റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം, ആ വ്യക്തിനോടുള്ള ദേഷ്യം നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ അല്ലെ, അയാള് കാണിക്കുന്ന സ്വഭാവം, അയാള് പറയുന്ന വാക്കുകൾ കാരണം നമുക്ക് ആ വ്യക്തിനോട് ആ വെറുപ്പ് തോന്നല്, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ തോന്നുന്നത് കൊണ്ടുള്ള ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുപ്പും വിദ്വേഷവും ഒക്കെ മറ്റുള്ള വ്യക്തികളോടാണെങ്കിൽ കൂടി അത് നമ്മുടെ ശരീരത്തിലാണ് ഉള്ളത്, അല്ലെ? ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു ദേഷ്യപ്പെടുന്നതിന് നമുക്ക് അവരോട് ഭയങ്കര വൈരാഗ്യം വെച്ച് പിടിച്ചു, എന്ത് പറഞ്ഞാൽ എന്നോട് ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് അവരോടുള്ള നെഗറ്റീവ് ഇമോഷന് നമ്മൾ എവിടെ കയറ്റി വെക്കുന്നത്, നമ്മുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് ഓർക്ക് ഒരു എഫക്ട് ഉണ്ടാവില്ല, നമുക്കാണ് അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഉണ്ടാവുന്നത്. അത് ഒന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ളവരോട് നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ, വെറുപ്പ് തോന്നുന്നുണ്ടോ, അസൂയ തോന്നുന്നുണ്ടോ, വിദ്വേഷം തോന്നുന്നുണ്ടോ, അല്ലെ, അനാവശ്യമായിട്ടുള്ള പേടി കാര്യങ്ങൾ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലാണ്. നമുക്ക് ബാക്കിയുള്ളവരോടാണെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലാണുള്ളത്. അത് നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഊർജത്തെ, അല്ലെ, നമ്മളെ ശരീരത്തെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, അല്ലെ, അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ദേഷ്യം, വല്ലാണ്ട് ദേഷ്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടിരിക്കും. നമ്മളിപ്പോ ലൈഫിൽ ഒരുപാട് ടെൻഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വികാരങ്ങൾ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. ഇത്തരം ആളുകൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുന്നുണ്ടാവുക. ഇങ്ങനത്തെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് എതിർക്കുന്നുണ്ടാവുക, ഉള്ളിൽ അതിന് സമാനമായിട്ടുള്ള എന്തോ ഒരു കാര്യം അവർക്കുള്ളിൽ ഉള്ളത് കൊണ്ടാ. അപ്പൊ റിലീസ് ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. ഇപ്പൊ ചില സന്ദർഭങ്ങളില്, ഇപ്പൊ ചിലപ്പോ അമ്മായിയമ്മമാരായിരിക്കും പലരുടെയും പ്രശ്നം. അല്ലെ, അത് ഓരോ ഏജിനനുസരിച്ച്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവര് ജനിച്ച് വളർന്ന് വന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. അവരുടെ ഒരു ഏജില് അവര് കണ്ട് പഠിച്ചു വന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഓര് പറയുന്നുണ്ടാവുക. അപ്പൊ അത് പറയുന്നതിന് അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഓരങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ഓരോ തെറ്റ് പറയാൻ പറ്റൂല. ഇനിയിപ്പോ കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. യെസ്, നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. ഓരത് അങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞത് അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാം, അവരങ്ങനെയാണ്. ഇപ്പൊ ഒരാള് നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം, എന്താ എന്റെ ഹസ്ബൻഡിന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെട്ടോണ്ടിരിക്കുകയാണ്, അതാണ് നമ്മളെ പ്രശ്നം. എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ എന്തുകൊണ്ട്, അവർക്കുള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, അവരിങ്ങനെ ദേഷ്യപ്പെടുന്നത് അവർക്കുള്ളിൽ എന്തോ ഇതിന് സമാനമായിട്ട് എന്തോ ഒരു കാര്യം ഉള്ളിൽ ഒതുങ്ങി കൂടി കിടക്കുന്നുണ്ട്, എന്തോ ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളിലുണ്ട്. അതാണ് അവരെ ദേഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഒരു കണ്ണോട് കൂടിയിട്ട് നമ്മൾ മറ്റൊരാളെ കാണുന്ന സമയത്ത്, പിന്നെ ഒരു ദേഷ്യപ്പെടുമ്പോ നമുക്ക് ഓരോട് ദേഷ്യം വരുമോ, മീൻസ് ഓരോട് വെറുപ്പ് തോന്നുമോ? ഇല്ല, ഓർക്കുള്ളിൽ എന്തോ ഒരു സാധനം ഉള്ളിലുണ്ട്, അല്ലെ? അപ്പൊ മുന്നേ അനുഭവിച്ചിട്ടുള്ള എന്തോ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാത്ത എന്തോ ഒരു വികാരം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതാണല്ലേ അവരെ ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമുക്കൊന്നും അല്ലെ, രണ്ടെണ്ണം അങ്ങോട്ട് പറയുന്നതിന് പകരം നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കും, ഒക്കെ കേട്ടിരിക്കും, എന്നാലും നമുക്ക് അത് ഒരു എഫക്റ്റും വരൂല. അങ്ങനെ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിനോട് എന്ത് തോന്നൂല,
ആ ഒരു കാരണത്താൽ വെറുപ്പ് തോന്നൂല. അവരുടെ സ്വഭാവം ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും ഭർത്താക്കന്മാര് ഭയങ്കര അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിന് ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കുറെ ഭാര്യമാരുണ്ടാവും. ഇങ്ങനെ ആ ഉള്ളിൽ നമുക്കോട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അപ്പൊ മനസ്സിലാക്കുക ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് കുറെയൊക്കെ. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാം. യെസ്, അത് അവര് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഓർ അങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ അവരായി അംഗീകരിക്കുന്നു. ആ അക്സെപ്റ്റൻസ് കിട്ടി നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോ സമയത്ത് എന്ത് ചെയ്യും, അത് മോർ ആൻഡ് മോർ പവർഫുൾ ആവും. അത് നമ്മളിങ്ങനെ എത്രത്തോളം അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ പവർ കുറഞ്ഞ് അത് ഇല്ലാണ്ടാവും. കുറെ ഇല്ലാണ്ടാവും. ഒരുപാട് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന സമയത്ത് അവരിലൊന്നും ല്ലേ, അവരേതായാലും നന്നാക്കിയിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ നന്നാവട്ടെ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. ഇവരുടെ ഉള്ളിൽ ചേഞ്ചസ് വരുമ്പോ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവരായി മാറി എന്ന് വന്നിട്ട് പറയണത് കേൾക്കാറുണ്ട്. അത് ഇതെന്ത് വണ്ടറാണ്, ഇതെന്ത് സംഭവം മാജിക് അവിടെ നടക്കുന്നത് ചോദിക്കും. ഒരു മാജിക്കും അല്ല, നിങ്ങളെ തോട്ടാണ് അവർ ഇത്രയും കാലം ആ ഒരു രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടുള്ളത്. നമ്മൾക്കുള്ളിൽ ആ ചേഞ്ചസ് വരുമ്പോ തന്നെ ചുറ്റുള്ളിൽ മാറ്റങ്ങൾ വരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്ന് എന്താ വെച്ചാല് നമ്മളെ ചുറ്റുള്ളവരെ അവരായിട്ട് അംഗീകരിക്കുക. എന്തുകൊണ്ട് അവരങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അവരങ്ങനെ സ്വഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അവർ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്ന സമയത്ത് നമ്മൾ കുറെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അല്ലെ അതിനു പകരം അല്ലെ വർത്താനം അങ്ങോട്ട് പറയുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ എന്തുകൊണ്ടാ പഠിച്ചോനെ അവരിങ്ങനെ, അങ്ങനെയല്ല, എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയാനുള്ള കാരണം. ചിലപ്പോ നമ്മളെ അടുത്തുള്ള മിസ്റ്റേക്കുകളാവാം. അപ്പൊ അത് മനസ്സിലാക്കുക. യെസ്, അപ്പൊ എന്റെ അടുത്ത് ഇന്നൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്. അപ്പൊ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ നമ്മളടുത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, ഒന്നുമില്ല, എന്നിട്ടും ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നോക്കുക അത് ഞാനൊന്നും ചെയ്തില്ല എന്നിട്ടും ഒരു എന്നോട് ഇങ്ങനെയൊക്കെ പറയാണല്ലോ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ല വേണ്ടത്. അവിടെ എന്ത് ചെയ്യാം, എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ അവർക്കുള്ളിൽ ഇന്നൊരു കാര്യമുണ്ട്, അപ്പൊ നമുക്ക് ഒരിക്കലും ആ വ്യക്തിനോട് സങ്കടമില്ല. യെസ്, ഓര് ജനിച്ചു വളർന്നപ്പോ കിട്ടിയ ഇന്നൊരു കാര്യം, അല്ലെങ്കിൽ ഓരോ പാരന്റിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് അവരെന്താക്കി മാറ്റിയിട്ടുള്ളത്, ഈ രീതിയിലുള്ള സ്വഭാവമാക്കി മാറ്റിയിട്ടുള്ളത് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ആ വ്യക്തിനോട് ദേഷ്യം തോന്നണം? ഒരിക്കലും തോന്നൂല. അങ്ങനെ കാണുമ്പോ ആ വ്യക്തിക്കുള്ളിലുള്ള ഇന്ന റീസൺ ആണ് ഇതിന് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തികളോട് വൈരാഗ്യം വരൂല, വ്യക്തികളോട് ദേഷ്യം വരൂല. എന്ത് ചെയ്യാ, പിന്നെ ഞാൻ പറഞ്ഞു ഈ ദേഷ്യം കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. നമ്മളെ തന്നെയാണ് ഈ ദേഷ്യവും വെറുപ്പും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. അപ്പൊ അതുകൂടി മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂല, വെറുതെ ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കൂല. പിന്നെ സ്വമേധയാ നമുക്ക് ദേഷ്യം വരും ചില സന്ദർഭങ്ങളിൽ. കാരണം എന്താ വെച്ചാല് നമുക്കുള്ളിലും എന്തുണ്ടാവും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ ഇതേപോലെ പുറത്ത് ചാടാത്ത ഒരുപാട് വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ സമയങ്ങളിൽ അതെന്ത് ചെയ്യും, പുറത്തുനിന്നുള്ള ഈ ട്രിഗേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ അത് പൊട്ടിത്തെറിക്കും. അത് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ ഉള്ളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക തന്നെ വേണം. അപ്പൊ പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു തന്നെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് എന്നുള്ളത്. ഇപ്പോ സെൽഫുമായിട്ടുള്ള കണക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സെൽഫ് കെയർ, സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മൾക്ക് കണക്ഷൻ കൂട്ടാൻ എന്ത് ചെയ്യുക, അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. അതേപോലെ തന്നെ അവർക്ക് അപ്രീസിയേഷൻസ് കാര്യങ്ങൾ കൊടുക്കുക. ചെറിയ കാര്യത്തിനാണെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, സെൽഫിന്. നമ്മൾ നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യെസ്, നമ്മൾക്ക് എന്ന് പറയാം ഇന്ന് ഈ നല്ല കുട്ടിയായിട്ട് ഈ ക്ലാസ്സിൽ ഇരുന്നില്ലേ, അപ്പൊ താങ്ക് യു സോ മച്ച് നാദിറ, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് നസീബ. നമ്മൾ നമ്മളെ സെൽഫിന് തന്നെ എന്ത് കൊടുക്കുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഞാൻ പറയും യെസ്, ഇന്ന് നല്ല കുട്ടിയായിട്ട് ക്ലാസ് എടുത്തില്ലേ, താങ്ക് യു സോ മച്ച് സെമിയ. നമ്മൾ നമ്മളോട് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സെൽഫിന് കൊടുക്കുക. അതൊരു അപ്രീഷിയേഷൻ ആണ് അല്ലെ, നമ്മൾ ഇന്ന കാര്യം നല്ലത് ചെയ്തതിന്. എത്ര പേര് സെൽഫിന് ഗിഫ്റ്റ് കൊടുത്തു, ന്യൂ ഇയർ ഗിഫ്റ്റ്? ഒന്ന് രണ്ടാൾക്കാരുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ന്യൂ ഇയർ ഗിഫ്റ്റ് കണ്ടില്ല, ആരും കൊടുത്തില്ലേ അല്ലെ? ന്യൂ ഇയർ ഗിഫ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്തിനാ, മറ്റുള്ളവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്
കണക്ഷന് കാര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ. അപ്പൊ ന്യൂ ഇയർ ഫ്രണ്ട്സ് സ്കൂളിലാണെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മളെ ഫാമിലിയിലും കുറെ ആൾക്കാർക്ക് കാണലുണ്ട് സ്റ്റാറ്റസുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറുന്നത്. അപ്പൊ അത് അവരുമായിട്ടുള്ള ബോണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടാ. അതേപോലെ തന്നെയാണ് നമ്മളുമായിട്ടുള്ള ബോണ്ട് ശരിയാക്കാൻ ഇടക്കിടക്ക് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മളും മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് അവരെ അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് അവർ ആ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മള് മനസ്സിലാക്കുക, അതിനുള്ള റീസൺ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും ആ വ്യക്തികളോട് എന്ത് തോന്നൂല, ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തോന്നൂല. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചിലപ്പോ 1-2 വാക്ക് മതിയാവും. ഒരു പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞതോ ചെയ്തതോ ആയിരിക്കണം നമുക്ക് വേദന ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുമായിട്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക 100 കാര്യങ്ങൾ അല്ലെങ്കിൽ 99 നല്ല കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു മോശം കാര്യം ചെയ്തതിനായിരിക്കണം അല്ലെങ്കിൽ ചെറിയൊരു പാളിച്ച വന്നതിനായിരിക്കും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ 99 എണ്ണത്തിന് നമ്മൾ എന്ത് പറയണം, നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇന്ന കാര്യം ചെയ്തു തന്നില്ല, അതിന്റെ പേരിലായിരിക്കും ഒരുപാട് നാൾ ആ ഒരു ഉള്ളിൽ ആ സങ്കടം കൊണ്ട് നടക്കുന്നത്. അതിന് പകരം ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, മറ്റു വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ചുറ്റുമുള്ള ആളുകള് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു തരുന്നത് ആ തരുന്ന കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ചെയ്തു തരാത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നതിന് പകരം ചെയ്തു തന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് അതിന് ഓരോന്നിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടേയിരിക്കുക. ആ ഓരോന്നിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ടുള്ള ഞാൻ നേരത്തെ മുന്നേ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്ലാസ്സിൽ ചെളി ഇങ്ങനെ പോകുന്ന പോലെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ള എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, മെല്ലെ 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 എന്ത് ചെയ്യും, മാഞ്ഞു പോയിക്കോളും. അവരുമായിട്ട് എന്ത് ചെയ്യുന്നത് അവരുമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും നമ്മൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുന്നോ അതിനനുസരിച്ച് അവരുമായിട്ടുള്ള കണക്ഷന് കാര്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇനിയുള്ള ഗ്രാറ്റിറ്റ്യൂഡുകളിൽ നിങ്ങൾ എന്തും കൂടി ഉൾപ്പെടുത്തുക, നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് കൂടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സ്ഥലം കണ്ടെത്തുക. അത് എത്ര ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ ഓരോ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക. അത് എത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റും അത്രത്തോളം മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷന് കൂട്ടാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്ങിൽ നിന്നും ഒരു കുറച്ച് ദിവസം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കണം നമുക്കിപ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നമ്മളിപ്പോ ഭയങ്കര ഹാപ്പിയാണ്, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കുക, ആ ഒരു കണക്ഷൻ ശരിക്കും ഫുൾ ഹേർട്ട് എന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഹൃദയത്തിൽ നിന്ന് ആ ലവ് വരുന്നത് കാണാൻ പറ്റും. വെറുതെ ഉള്ള നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമഡ് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ട്, അതിന് പകരം അൺകണ്ടീഷണൽ ആയിട്ട് ഒരു ഉപാധികളും ഇല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുക നമ്മൾ പറയില്ലേ, ആ ഉപാധികൾ ഇല്ലാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറ്റും, അതിലൂടെ സാധിക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്ങിലൂടെ. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആളുകൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതുവരെ ഹെൽത്തിന് നമ്മൾ കൊടുത്തു, അതുപോലെ നമ്മളെ സെൽഫിന് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് കൂടി. ആരുമായിട്ടുള്ള കണക്ഷൻ ആണോ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ടത്, അത് നിങ്ങളുടെ എന്ത് ചെയ്യാ, നിങ്ങളുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏത് മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലോണം അവർ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർ നമ്മളെ ലൈഫിൽ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ടോ അതിനൊക്കെ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടേയിരിക്കാം. അപ്പൊ എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു അതിനനുസരിച്ചിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ബോണ്ട് കാര്യങ്ങൾ മാജിക്കലി ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മളെ ടാസ്കിൽ വരുന്നുണ്ട്, ഡെയിലി ടാസ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇനി മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് അതുകൂടി എന്ത് ചെയ്യാം, നിങ്ങൾ ഉൾപ്പെടുത്താം. കുറേശ്ശെ ഓരോ വ്യക്തികൾക്കും അത് ചെറിയ
ഇപ്പൊ നല്ല പ്രശ്നത്തിലെടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം കാര്യങ്ങളുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമം നിങ്ങൾ എത്രത്തോളം അവരിൽ നന്മകൾ കാണാൻ പറ്റുമോ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിങ്ങനെ നന്മകൾ കണ്ട് 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 എന്ത് ചെയ്യും വെച്ചാൽ അവരിലുള്ള തിന്മകളെ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ വെച്ചാൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിലേക്ക് മാത്രം, ഒരു ഫോൾട്ട് എവിടെ ഉണ്ട് ആ ഫോൾട്ടിലേക്ക് മാത്രം ഫോക്കസ് എടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചുറ്റുള്ള നന്മകൾ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ നന്മകളിലേക്ക് ഇങ്ങനെ ഫോക്കസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ നന്മകളാണ് എന്ത് ചെയ്യണ്ട പിന്നെ നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുള്ളൂ. നമ്മൾക്കുള്ളിൽ നന്മകൾ നിറയുന്ന സമയത്ത് പുറത്തും നമുക്ക് നന്മകളെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകും. പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്. മറ്റുള്ളവർ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളെ ഔട്ടർ വേൾഡ്. അപ്പൊ നമുക്കകത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും എനർജിയോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലൂടെ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് ഒരു കാര്യം, ബാക്കിയുള്ളവർ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ, സൂറ മാം ഒന്ന് മ്യൂട്ടാക്കാൻ ശ്രദ്ധിക്കണേ. മറ്റുള്ളവരുടെ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങള് നമ്മൾക്ക് വേദന ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് കട്ടായി പോയി. കേട്ടോ. ഇപ്പൊ നമുക്കുള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഓക്കെ. അതായത് നമുക്കുള്ളില് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എനർജി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതേ എനർജിനെ നമ്മൾ ചുറ്റിൽ നിന്നും അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരാൾ വെറുതെ നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ രീതിയിൽ എടുക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കൂല, അത് അവരുടെ ഉള്ളിൽ എന്തോ റീസൺ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, എന്നാലും വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ഉള്ളിലുള്ള വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് അത് കാണിക്കുന്നത്. അതിന് സമാനമായിട്ടുള്ള എന്തോ ഒരു കാര്യം നമുക്ക് അകത്തുണ്ട്, അത് നമ്മൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു ചാനലായിട്ടും മറ്റുള്ളവർ വരും. അപ്പൊ മറ്റുള്ളവർ കാണിക്കുന്ന എന്തെങ്കിലും സ്വഭാവം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഇമോഷൻ എന്റെ ഉള്ളിലുണ്ട്, റിലീസ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ റിലീസ് ചെയ്യാണ്ട് കിടക്കുന്നതാണ് ഇതിനുള്ള കാരണം എന്നുള്ളതും ഒരു റീസൺ അതും കൂടിയാണ്. മറ്റേതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ടും മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നതോ കാര്യങ്ങളോ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ശരിയാക്കേണ്ടത് നമുക്കകത്താണ്. നമ്മളെ ഉള്ളിലുള്ള എനർജി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പുറമേയുള്ള എനർജി കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. മക്കളുടെ സ്വഭാവത്തിലാവട്ടെ, വീട്ടിലുള്ള ഓരോരുത്തരുടെ സ്വഭാവത്തിലാക്കട്ടെ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് ഈ രൂപത്തില് നമ്മുടെ തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെ എനർജിയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് കാരണം അത്രത്തോളം നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഓരോ തോട്ടും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഓരോ ചിന്തകളും നമ്മളെ ചുറ്റുമുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ചിന്തകളും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ചിന്തയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ തന്നെ ബാക്കിയുള്ളവരുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവത്തില്, വീട്ടിൽ ഒരാളെ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ മൊത്തം ചിലപ്പോൾ എനർജിയിൽ ചേഞ്ചസ് വരും. മൊത്തം എനർജിയിൽ ചേഞ്ചസ് വരുന്നത് കാണാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോ തോട്ടും, ഇപ്പൊ പ്രത്യേകിച്ച് മക്കളെ കാര്യത്തില് കാരണം മക്കൾ അപ്പൊ കാരണം നമ്മളെ തോട്ട് അത്രത്തോളം മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ തോട്ടിൽ ചെറിയൊരു ഷിഫ്റ്റ് വരുത്തുമ്പോ തന്നെ എന്ത് ചെയ്യും, നമ്മളെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ മാറ്റങ്ങൾ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആ തോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് എന്നുള്ളത്. നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, കൊടുക്കുക. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്കായിക്കോട്ടെ വലിയ കാര്യങ്ങൾക്കായിക്കോട്ടെ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതേപോലെ തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ കൂടി നീ ചെയ്തത് നന്നായിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ല മെത്തേഡ് കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.